എൻ്റെ സമ്പത്തിൻ്റെ തടസ്സങ്ങളെല്ലാം തന്നെ ഒരു വലിയ പൂട്ടിട്ട് പൂട്ടിയ മുറി പോലെ ഞാൻ കാണുകയാണ്. ഈ ഉപ്പിൻ്റെ ബൗളും കൊണ്ട് ഞാൻ ആ പൂട്ടിയ മുറിയുടെ വാതിൽക്കലെത്തിയിരിക്കുന്നു. ഈ ഉപ്പ് ആ ലോക്ക് തുറക്കാനുള്ളതായിട്ടൊരു വിദ്യ പോലെ അവിടെ ചെല്ലുന്നു. ഈ ഉപ്പിൽ നിന്ന് ഒരു ഊർജം പ്രവഹിച്ച് അത് ലോക്ക് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി ഞാൻ തുറക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയ ലോകത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് ആവശ്യത്തിനുള്ളതായിട്ടുള്ള ധനം വന്നു. ഒരു രൂപ പോലും കടമില്ലാത്ത നല്ല ബാങ്ക് ബാലൻസ് ഉള്ള അവസ്ഥയിലെത്തി. ഈശ്വരൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് എന്നെ ഈ ഒരു മാർഗത്തിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് പ്രകാശസ്വരൂപനായ ഭഗവാൻ ധർമ്മവും സത്യവും മാത്രം ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഊർജം പകർന്നുകൊണ്ട് എൻ്റെ ജീവിതം ഈശ്വരീയ സേവനത്തിലൂടെ സഫലമാക്കാനുള്ള ഗൈഡൻസ് തന്നുകൊണ്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. സമ്പത്ത് സമൃദ്ധമായി നല്ല ആരോഗ്യം നേടിയെടുത്തു. എൻ്റെ അച്ഛനമ്മമാർ സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ കേൾക്കുകയാണ്, എൻ്റെ മോൻ, എൻ്റെ കുട്ടി, അവൻ്റെ എല്ലാ സ്വപ്നം സഫലീകരിച്ചു. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. സന്തോഷം കൊണ്ട് അവർ മതിമറന്ന് നിൽക്കുകയാണ്. എൻ്റെ മക്കൾ എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്കിപ്പോൾ നേടാത്തതായിട്ട് ഒന്നുമില്ല, അമ്മ എൻ്റെ എല്ലാ ജീവിതത്തിലെ സ്വപ്നം നേടിത്തന്നല്ലോ, താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുകയാണ്. ഞാനിതെല്ലാം കേട്ടിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭഗവാനോട് നന്ദി പറയുകയാണ്. ഈശ്വര, അങ്ങ് എത്രമാത്രം കരുണാസാഗരനാണ്, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അങ്ങയുടെ ശക്തി എന്നെ എന്തുമാത്രം ഗൈഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ സഫലമാക്കിക്കൊണ്ട് നന്മയുടെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ എന്നും അങ്ങേക്കൊപ്പം ഉണ്ടാകും. എൻ്റെ ഈ സമൃദ്ധി, ഈ സന്തോഷം സദാ എൻ്റെ ജീവിതത്തിൽ കൂടെ വരണം. അങ്ങയോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. താങ്ക് യു ഗാഡ്, താങ്ക് യു ഗാഡ്, താങ്ക് യു ഗാഡ്. ജീവിതത്തിൻ്റെ സഫലത, സുഖം എല്ലാം തന്ന ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ആനന്ദം നിറഞ്ഞ മുഹൂർത്തത്തിൽ ഞാനിരിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞ ശേഷം ഉപ്പിൻ്റെ ബൗളിന് സാധിക്കുമെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡിറക്ഷനിൽ, തെക്ക് കിഴക്ക് മൂലയിൽ, മുറിയിൽ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെക്കുക. അതല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കിടക്കുന്ന ബെഡിൽ തല വെക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റൂളോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അത് കട്ടിൻ്റെ അടിയിലേക്ക് വെക്കരുത്, വേറെ ദൂരം മാറ്റി വെക്കരുത്. കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട്, തലേണയുടെ കട്ടിലിന് തല വെക്കുന്ന ഭാഗത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങൾക്ക് വെക്കാം. ഒരു ചെറിയ സ്റ്റൂളിൻ്റെ മുകളിൽ ഈ ഉപ്പ് വെച്ചു. അങ്ങനെ ആനന്ദം നിറഞ്ഞതായിട്ടുള്ള മുഹൂർത്തത്തിൽ ഭഗവാന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് ഉറങ്ങുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞ് ചെയ്ത് നോക്ക്. നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. 7 ദിവസം ആകുമ്പോഴത്തേക്കും പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക്.